വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ ഡേയ്സായി ഞാനൊരു വ്ളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ്, എനിക്ക് കോളേജ് ആഫ്റ്റർനൂൺ ആണുള്ളത്. അപ്പോൾ മോർണിംഗ് തൊട്ടുള്ളതൊന്ന് എടുക്കാമെന്ന് വെച്ചു. ഞാനൊരു 10:30 ആയി എണീറ്റപ്പോൾ. ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരു മണിയായി, 1 AM ഒക്കെ ആയി. അതുകൊണ്ട് പിന്നെ ലേറ്റായിട്ടാണ് എണീറ്റ്. 10:30 ആയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ വെറുതെ ഇരിക്കുക. യുവിയൊക്കെ ഇതാ എവിടെയുണ്ട്, കണ്ടോ? യുവി തോന്നിക്കുന്നു ചേട്ടൻ, നന്നു, അമ്മ അതേ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. ജയ്താമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ ജോലിക്ക് പോയി. എനിക്ക് ഒരു 1 PM ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഒരു 12:30 ഒക്കെ ആകുമ്പോൾ റെഡി ആവുക, സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വൈകുന്നേരം വരെയാണ് ക്ലാസ്. അപ്പോൾ അതുമെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. ഇവി കാണാൻ വേണ്ടി നോക്ക്, വീഡിയോ നോക്ക്. യുവി എൻ്റെ കൂടെ എണീറ്റതേ ഉള്ളൂ. ഒരു 10:30 എണീറ്റപ്പോൾ. അല്ലെങ്കിൽ മോർണിംഗ് നേരത്തെ കിടന്നാൽ നേരത്തെ എണീക്കും, ലേറ്റായിട്ട് കിടന്നാൽ ലേറ്റായിട്ട് എണീക്കത്തുള്ളൂ. ജയ്താമ്മ വന്നു. യുവി ഒന്ന് നോക്കിയാണ് വീഡിയോയിൽ. ഹായ് പറ, ഹായ് പറ. പറയടാ, ഒരു ഫ്ലൈങ് കിസ്സോട്. ഇതിൽ നോക്കി പറയൂ. ഇപ്പം വന്നിട്ട് ടൈം വന്നിട്ട് 12:30 ആയി. അപ്പം എനിക്ക് പോകാനും ഉള്ള സമയമായപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വണ്ടിയിലല്ലേ പോകുന്നത്, ജസ്റ്റ് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, ഉച്ചയ്ക്ക് ആയതുകൊണ്ട് നല്ല വെയിലായിപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു വണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് പോകാം. നല്ല വെയിലാട്ടോ ഇപ്പോൾ. അവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ പാതി കരിഞ്ഞാണ് പോകുന്നത്. വെയിൽ കൊണ്ട് ഒരു വഴിയായി. അപ്പോൾ ഇനി വണ്ടി കഴുകിയതിന് ശേഷം പിന്നെ പോകാൻ വേണ്ടിയുള്ള റെഡിയാക്കും. പിന്നെ യൂണിഫോമൊക്കെ യെസ്റ്റർഡേ അയൺ ചെയ്തൊക്കെ വെച്ചതുകൊണ്ട് ആ ജോലിയൊന്നുമില്ല. പിന്നെ ഷൂ പോളിഷ് ചെയ്തു. ഇതൊക്കെ ഇപ്പം ചെയ്യുന്നതാണ് കേട്ടോ. ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഇത് കഴുകിയിട്ട് ബാക്കി വിശേഷം കാണിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ അല്പം ഒന്ന് ലേറ്റായിപ്പോയി. 11:39 ആയി. 2 മണിക്കാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി റെഡിയായി വണ്ടി കുറച്ച് ദൂരം വന്നപ്പോഴും ഞാൻ ഓർത്ത വീഡിയോയുടെ കാര്യം. അപ്പോൾ അതേ ഞാൻ വണ്ടിയിൽ പോവേണ്. ഇനി അവിടെ എത്തിയതിന് ശേഷം ബാക്കി കാണാം. ഓക്കെ, ബൈ. ഞാൻ വണ്ടി പാർക്ക് അവിടെ ചെയ്തിട്ട് ഇനി അല്ലയ്ക്ക് പോകുന്ന സമയമായി. 5:05. ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇന്ന് മാം കുറേ കാര്യമൊക്കെ സംസാരിച്ചത് എൻ്റെ കൂട്ടുകാരി സ്വാതി. ബാക്കി എല്ലാവരും പോയായിരുന്നു കേട്ടോ. വീഡിയോ എടുത്ത് വന്നപ്പോൾ പോയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തായിരുന്നു. ഇതൊക്കെ എൻ്റെ കൂട്ടുകാരികളാണ്. അശ്വിനി, പ്രീതി ഫേസൊക്കെ മറച്ചു വയ്ക്കുക. പോകാൻ വേണ്ടി ഞാനും ഇറങ്ങിയ. ഞങ്ങളുടെ ഡ്രസ്സിങ് റൂമാണ്. മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. എനിക്കും നന്നുവിനും എനിക്കും അമ്മയ്ക്കും. അങ്ങനെ 5 മണിയായി. ഇനി എനിക്ക് ഫ്രഷ് ആവുക, ഫുഡ് എന്തെങ്കിലും കഴിക്കാം, കുറച്ച് നേരം മൊബൈൽ നോക്കാം, ഈ വീഡിയോയുടെ കളിക്കുക, ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഇതേ ഡെയിലി ഇന്നത്തെ പോലെ ഞാനും യുവിയും TV കണ്ടുകൊണ്ട് ഇടയ്ക്കുക. കുറച്ചൊരു യുവിയുടെ കളിക്കുകയൊക്കെ ചെയ്യും. യുവി നോക്ക്, ഇതേപോലെ TV കണ്ടുകൊണ്ട്
ഫുൾ കാർട്ടൂൺ സോങ്സേ കാണത്തുള്ളൂ. അപ്പോൾ ഇതൊരു 10 മണി വരെ പോവും. ഇതിനിടയ്ക്ക് കളിക്കാൻ പോവും, അവൻ കളിക്കും, പിന്നെ ഞാൻ വീണ്ടും അവന് ഫുഡ് കൊടുക്കും, പഠിക്കാനുള്ളതൊക്കെ പഠിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളൂ, വലുതായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല ഡീറ്റെയിൽസ് ആയിട്ട്. വേറൊരു ബ്ലോഗിൽ ഇനി ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, see you soon in my next video. Take care. Bye.